ബിഗ് ബോസ് വീട്ടിൽ നാടകീയ നിമിഷങ്ങൾ. ഇന്ന് രാവിലെ മുതലുള്ള എപ്പിസോഡിൽ തുടക്കം മുതൽ തന്നെ റോക്കി, അപ്സര, സിജോ ഇവരുടെ തർക്കങ്ങളായിരുന്നു കാഴ്ച. അപ്സര റോക്കിയെ റാസ്കൽ എന്ന് വിളിച്ച പ്രയോഗത്തെ ചുറ്റിപ്പറ്റിയാണ് ആദ്യം തർക്കങ്ങൾ നടന്നതെങ്കിൽ അവസാനം എത്തിയത് സിജോയുടെ അടുത്താണ്. സിജോ റോക്കി തർക്കം നടക്കുമ്പോൾ മുതൽ ആളുകൾ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചുവെങ്കിലും രണ്ടുപേരും തർക്കത്തിൽ മുറുകി നിൽക്കുമ്പോൾ അനുനയിപ്പിക്കാൻ വന്ന ആളുകൾ പരാജയപ്പെട്ട് പിന്മാറുന്നതും കാണാം. എന്നാലും മത്സരാർത്ഥികളെല്ലാം ചുറ്റി നിന്നും പോയതോടെ സിജോയുടെ പ്രൊവോക്കിംഗ് അറ്റംപ്റ്റിൽ റോക്കി വീണുപോകുന്നത് ലൈവ് വീഡിയോയിലുണ്ട്. നീ എന്നെ തുടരുതെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ സിജോ റോക്കിയെ പിടിക്കുന്നതും പെട്ടെന്ന് റോക്കി വയലന്റായി സിജോയുടെ മുഖത്തേക്ക് ശക്തമായി അടിക്കുന്നതും കാണാൻ സാധിക്കുന്നു. കൺഫെഷൻ റൂമിലെത്തിയ റോക്കി പൊട്ടിക്കരയുന്നതാണ് പിന്നീട് ലൈവിൽ കാണിക്കുന്നത്. മാത്രവുമല്ല, സിജോയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്നതും തനിക്ക് പരാതിയില്ലെന്ന് സിജോ പറയുന്നതുമാണ് ലൈവിൻ്റെ ഹൈലൈറ്റ്. എന്നെ മനഃപൂർവ്വം അവൻ തൊട്ടതാണ്, അവൻ്റെ സ്വപ്നങ്ങളെല്ലാം കളഞ്ഞു, എനിക്കെല്ലാം നഷ്ടമായി, ഇവിടേക്ക് വരാൻ വേണ്ടി അത്രയും ഡ്രസ്സ് എടുത്തു, ഞാൻ എല്ലാം ചെയ്തു വന്നതാണ്, ഈ ഷോയോട് കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്, എല്ലാം കയ്യിൽ നിന്നും പോയി, അവൻ എന്നെ തൊടല്ലേ എന്ന് ആദ്യം മുതൽ ഞാൻ പറഞ്ഞതാണ്, ബാക്കിലേക്ക് കൈവച്ചുകൊണ്ട് ഞാൻ മാറി നിന്നതാണ്, അടി നടക്കുമെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ മാറി നിന്നത്, എനിക്കെല്ലാം മതിയായി, ഞാൻ പോവുകയാണ്, ഞാനൊരു അഹങ്കാരിയല്ല, ഒരു പാവമാണ്, നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ കൈവിട്ട് പോയി, എനിക്കിനി ഇവിടെ നിൽക്കാനാകില്ല എന്നൊക്കെയാണ് റോക്കി കണ്ണീരോടെ പറയുന്നത്. അതോടൊപ്പം തന്നെ സിജോയോടും സിജോയുടെ അച്ഛനോടും അമ്മയോടുമൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നും റോക്കി കൂട്ടിച്ചേർത്തു.